18 ലക്ഷത്തിന്റെ കാറ് ലോൺ എടുത്ത് വീട്ടിന്റെ പോർച്ചിലിട്ടിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല, ജീവിക്കാൻ മറന്ന് പരസ്പരം പക കാണിച്ച് ദുനിയാവിന്റെ പിന്നാലെ ഓടാനല്ല, മടക്കം സന്തോഷമാക്കാനാ റബ്ബ് നമ്മളോട് പറഞ്ഞു. ഈ വിവാഹം പോലും എന്തിനാ അള്ളാഹു നൽകിയത്? അതും റബ്ബിന് പരലോകത്തേക്കുള്ള സമ്പാദ്യമായിട്ടാ. അള്ളാഹ് പറയാ, ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി സമയം ചെലവാക്കിയ അള്ളാന്റെ അടുത്ത് കൂലിയുണ്ട്. മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരോടും കുടുംബത്തിന്റെ കൂടെ ചെലവാക്കുന്ന ഒരു മിനിറ്റിന് അള്ളാന്റെ കൂലിയാ. ബീച്ചിൽ ചെന്ന് നാട്ടുകാരപ്പരം കൂട്ടുകാരപ്പരം കുത്തിയിരുന്ന് പരദൂഷണം പറഞ്ഞാ കൂലില്ല. തുറന്നു വെച്ച ടിവിക്ക് മുൻപിൽ മണിക്കൂർ കുത്തിയിരുന്ന കൂലില്ല. രാഷ്ട്രീയക്കാരന്റെ വിടുവായത്തം കേട്ട് ആസ്വദിച്ചാൽ കൂലില്ല. പക്ഷെ ഒരാണ് കെട്ടിയ പെണ്ണിനോട് 5 മിനിറ്റ് കൊഞ്ചിയ ഓന് കൂലിയ. സ്വന്തം ഭർത്താവിനോട് 10 മിനിറ്റ് സംസാരിച്ച അവൾക്ക് കൂലിയ. മക്കളൊപ്പരം അരമണിക്കൂർ ഇരുന്ന ആ വാപ്പാക്കും ഉമ്മാക്കും കൂലിയ. ഇത് കേട്ടപ്പോ ഒരു സഹാബി ചോദിച്ചു, സ്വന്തം പെണ്ണുങ്ങളെ ഉമ്മ വെച്ചാ കൂലിയുണ്ടോ? ഉണ്ട് സഹോദര. അതെന്തിനു റസൂലേ? ഞാൻ എന്റെ പെണ്ണുങ്ങളെ എന്റെ സന്തോഷത്തിനല്ലേ ഉമ്മ വെക്കുന്നത്? അള്ളാന്റെ റസൂല് തിരിച്ചു ചോദിച്ചു, നിന്റെ പെണ്ണല്ലാത്ത മറ്റൊരു പെണ്ണിന് അങ്ങനെ ചെയ്താൽ എനിക്ക് കുറ്റുണ്ടോ? ഉണ്ട്. എങ്കിൽ നിന്റെ പെണ്ണിന് അത് ചെയ്താൽ എനിക്ക് കൂലിയുണ്ട്. അതിനാ മനുഷ്യരിക്കുമ്പം അതിനാ കല്യാണം കഴിച്ച് മുൻപോട്ട് പോകാൻ ഇസ്ലാം പഠിപ്പിച്ച് മുഴുവൻ ഭർത്താക്കന്മാരോടും ഒരു പെണ്ണിന്നും ആണ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? ഓന്റെ ലുക്കല്ല, ഓന്റെ സമ്പാദ്യവും പൈസയല്ല. അതൊക്കെ ഒരൊറ്റ കാഴ്ചക്ക് ഓനെ കണ്ടാ മൊഞ്ചിലോട് കല്യാണത്തിന് സമ്മതിക്കും. 4 ദിവസം കഴിഞ്ഞ് ടോളോളോ കുടുംബക്കാരോട് അറിയും, കാണാനൊക്കെ നല്ല വർക്കത്തുണ്ട്, സ്വഭാവം ഒരു 5 പൈസക്ക് പറ്റൂല. അപ്പൊ ആണിന്റെ ലുക്കല്ല പെണ്ണിനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഓന്റെ സ്വഭാവ. കെട്ടിയ പെണ്ണിന്റെ മനസ്സറിഞ്ഞ് പരസ്പരം പൊരുത്തപ്പെട്ട് ബഹുമാനിക്കാൻ പഠിക്കണം. അതാ അറിവ്. MBA MTech നേടലല്ല അറിവ്. മറ്റൊരു വാപ്പാന്റെ പെരുന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനോട് നീതി ചെയ്യണം, അവളെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കണം. ഇന്ന് വരെ ലബീബാന്റെ കണ്ണ് നിറയുന്ന ഉമ്മർ സാഹിബും കുടുംബവും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏത് പെൺമക്കളും മുൻപോട്ട് പ്രായമനുസരിച്ച് വളരുമ്പോ എന്റെ മോളെ കിട്ടണം, എന്റെ മോളെ സങ്കടപ്പെടുത്താത്തൊരു വീട്ടിക്ക് പറഞ്ഞേക്കണം. അതുകൊണ്ട് 20-22 കൊല്ലം വാപ്പയമ്മേ രാജകുമാരിയെ പോലെ വളർത്തിയ പെണ്ണിനെയാ എനക്ക് പിടിച്ചിരുന്ന്, എനക്ക് കുടുംബം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു പെണ്ണിനെ കൈമ കിട്ടുമ്പോഴേക്കും ചില ആണുങ്ങൾക്ക് ഭയങ്കര ഈഗോയാ. ചില ആണുങ്ങൾ പറയാറില്ലേ, എന്റെ പെണ്ണുങ്ങൾക്ക് എന്നെ ഭയങ്കര പേടിയാട്ടോ, ഞാൻ അങ്ങനെയാ കൊണ്ടുകിടക്കുന്നത്. കണ്ണുകൊണ്ടും നാവുകൊണ്ടും പെണ്ണുങ്ങളെ ഭയപ്പെടുത്തൽ വലിയ ജയമൊന്നുമല്ല. അങ്ങനത്തെ കുറെ ആണുങ്ങൾ നാട്ടിൽ ഭയങ്കര വിലയാ. അളിയാക്കിയെ കൊണ്ടുകിടക്കാൻ, കാരണവരായിട്ട് കൊണ്ടുകിടക്കാൻ, അമ്മോശനായിട്ട് കൊണ്ടുകിടക്കാൻ. എന്നിട്ട് ഓൻ ഇടക്കിടക്ക് നാട്ടുകാരോടും കുടുംബക്കാരോടും പറയും, മനസ്സിലായി നമ്മളെ വില നാട്ടിൽ കോടികളെ വിലയാ. അത് കേൾക്കുമ്പോ പെണ്ണുങ്ങൾ കെട്ടിയോട് പറയും, നിങ്ങൾക്ക് ചിലപ്പം നാട്ടുകാരുടെയിലും കുടുംബക്കാരുടെയിലും വില ഉണ്ടാവും, എന്റെ അടുത്ത് നിങ്ങൾക്ക് വില ഇല്ല കേട്ടോ. അന്തി നിങ്ങളെ തനി സ്വഭാവം എനിക്കല്ലേ അറിയാം, നാട്ടുകാർക്ക് അറിയോ? ആണിന്റെ വില പൊരേലെ പെണ്ണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കൂ, ഒരു രാത്രി വലിയൊരു യാത്ര കഴിഞ്ഞ് അള്ളാന്റെ റസൂൽ വീട്ടിലേക്ക് മടങ്ങി വരിക. വിശപ്പ് കൊണ്ട് അള്ളാന്റെ റസൂൽ ആയിഷ ബീവിനോട് ചോദിച്ചു, ആയിഷ എന്തെങ്കിലും കഴിക്കാമോ? ആകെ ആ വീട്ടിലുള്ള ഉണങ്ങിയ ഗോതമ്പെടുത്ത് ആയിഷ ബീവി പുഴുങ്ങി വെക്കും. അള്ളാന്റെ റസൂൽ ആ ഗോതമ്പിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും. അതിന്റെ ചവർപ്പും കയ്പും കാരണം റസൂലുള്ളാന്റെ മുഖം കൊണ്ട് കറുക്കും. ആയിഷ ബീവിക്ക് മനസ്സിലായി ആ ഗോതമ്പ് ഒറ്റക്ക് തിന്നാൻ പറ്റൂല. ഒരക്ഷരം സങ്കടം പറയാതെ റസൂല് ചോദിച്ചു, ആയിഷ എന്തെങ്കിലും കറി കിട്ടുമോ? ഒന്നുമില്ല റസൂലേ, ആകെള്ളൂ കുറച്ച് സുർക്കയാ, അത് മതി ആയിഷ. ആ സുർക്ക കൊണ്ടുവന്ന് ഗോതമ്പിലൊഴിച്ച് അതിങ്ങനെ സുർക്കയും കൂട്ടി കുഴച്ചു തിന്നുന്ന റസൂലുള്ളാന്റെ ആ നിസ്സഹായത കണ്ടപ്പോ ആയിഷ ബീവി അറിയാണ്ടങ്ങ് കരഞ്ഞു. ആയിഷ ബീവിന്റെ കരച്ചിൽ കണ്ട റസൂല് ഭക്ഷണം അവിടെ വെച്ച് ആയിഷാനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് പറയും, ഈ കരയരുത് കേട്ടോ ആയിഷ, ഈ വിചാരിക്കണ്ട ഈ ഭക്ഷണം മോശാണ്, സുർക്ക നല്ല ടേസ്റ്റാ ഈ ഗോതമ്പിന് കൂട്ടിയിട്ട്. അറിയാതെ ചിരിക്കുന്ന ആയിഷ ബീവിന്റെ കൂടെ കിടക്കാൻ പോവുക അള്ളാന്റെ റസൂൽ. അതാ മനുഷ്യരെ പ്രണയം, അതാ സ്നേഹം. അല്ലാണ്ട് സിനിമാക്കാരൻ പറഞ്ഞിരുന്ന അഭിനയല്ല പ്രണയം. കെട്ടിയ പെണ്ണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കണം. ഓക്കൊരു മനസ്സുണ്ട് എന്നറിയണം, അവൾക്കൊരു വാപ്പുണ്ട് എന്നറിയണം, അവൾക്ക് 1000 സ്വപ്നങ്ങൾ ഉണ്ട് എന്നറിയണം. അങ്ങനെ പെണ്ണിനെ മനസ്സിലാക്കി അഹ്സനുക്കും ലിനിസാഇക്കും, കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും നല്ല ആണ്. അതോടൊപ്പം സഹോദരി മുഴുവൻ പെങ്ങന്മാരോട്, ആരാമ്മാര് നല്ല പെണ്ണ്. വിവരമില്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രം, വാപ്പ കൊടുക്കുന്ന പണ്ടത്തിന്റെ പവർ, അത്യാവശ്യം കാണാനുള്ളൊരു വർക്കത്ത്. കല്യാണത്തിന്റെ അന്ന് ചിലര് പറയും, ഓന്റെ ഭാഗ്യം അങ്ങനത്തെ ഒരു കുട്ടിനെ കിട്ടിയത്. 4 ദിവസം കഴിഞ്ഞാൽ കെട്ടിയ മാസിനും കുടുംബക്കാരും പറയും, ഓക്ക് അതൊക്കെ തന്നെ ഉള്ളുട്ടോ, നല്ലൊരു സ്വഭാവം ആ കുട്ടിക്കില്ല.
ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവളെ ഭർത്താവിനെയും കുടുംബത്തെയും മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിക്കാന്നുള്ളതാണ്. ചില വാപ്പാര് ആവേശത്തോടെ പറയും, ഞാൻ മൂത്തോള് എംടെക് രണ്ടാം പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ എനിക്ക് 4 ലക്ഷം റുപ്യ കടാണ്. അതാ ഡിഗ്രി? സ്വന്തം പെൺമക്കൾ മറ്റൊരു കുടുംബത്തിന്റെ കണ്ണീരാവാതെ നോക്കലാം ആ പെൺകുട്ടിന്റെ ഡിഗ്രി. മറ്റൊരു വീട്ടിലേക്ക് പ്രതീക്ഷയോടെ കയറി ചെല്ലുമ്പോ ആ കുടുംബത്തോട് ഒരു പെണ്ണിന് ബാധ്യത ഉണ്ട്, ആ ആണിനോടൊരു ഉത്തരവാദിത്തം ഉണ്ട്. ഓന്റെ വരുമാനവും ഓന്റെ മനസ്സും അറിഞ്ഞ് കൂടെ നിൽക്കണം. അങ്ങനെ ഒരു പെണ്ണ് വീട്ടിലുണ്ടെ ആണുങ്ങൾ വേലിയാടൂല, കുടുംബം മറക്കൂല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ റോഡ് സൈഡില് 20 ഉറുപ്പ്യന്റെ മാസ്കുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വെയിലുള്ള 70 ഉറുപ്പ്യന്റെ ബിരിയാണി ആയിട്ട് രാവിലെ 8 മുതൽ വൈകുന്നേരം 8 മണി വരെ ഓൻ ആ ബൈപ്പാസിന്റെ സൈഡ് കുത്തിരുന്നിട്ട് വില പേശുക. മരുഭൂമിയിൽ അറബീന്റെ ആട്ടും തുപ്പുമേറ്റ് തട്ടിലുകളായ കട്ടിലിൽ കിടന്ന് ക്യൂ നിന്ന് ബാത്റൂമിൽ പോയി നാട്ടിക്ക് പൈസ അയക്കുക. മേലും കൈയും വേദനയായിട്ടും നേരം വെളുത്തിട്ട് പൊരേ നെയ്ഞ്ഞേറ്റ് സ്ഥാപനത്തിൽ ചെന്നിരിക്കുക. എന്തിനാ ഈ ആണുങ്ങൾ വേഷം കെട്ടുന്നതെന്നറിയോ? മരുക്കൾ പട്ടിണി കിടക്കാണ്ടിരിക്കാൻ, നിങ്ങൾ വയറ് നിറച്ച് തിന്നാൻ. ഒരാണ് ഉരുകി കുണ്ടത്തന്നത് നിങ്ങളെ അഭിമാനം. ഓൻ മരിച്ചടക്കുമ്പോഴേ നിങ്ങൾ വട്ടപൂജ നിങ്ങൾക്ക് പലർക്കും ബോധ്യപ്പെടും. ആ ആണിന് ജീവിച്ചിരിക്കുമ്പോ ഒരു സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്തിനാ മുഞ്ച്? പിന്നെ ആർക്ക് വേണം മുതല്? നല്ല പെണ്ണെന്നാൽ കിട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാണ്. അതിനെ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മളെ ഉമ്മാര്, അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 മരിക്കുന്നത്. 13 ദിവസം സൂക്കേടായി കിടന്നിട്ടുണ്ട് അള്ളാന്റെ റസൂല്. 13ാമത്തെ ദിവസം റബീഉൽ അവ്വൽ 12. അന്ന് അള്ളാന്റെ റസൂല് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു സുബഹി നിസ്കരിച്ച് കിടത്തത്തിൽ തന്നെ പെട്ടെന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായി, ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ ഞാൻ ഉണ്ടാവൂല. അള്ളാന്റെ റസൂല് വല്ലാത്ത ശ്വാസം മുട്ടൽ തുടങ്ങി. അരികിലുള്ള ഒരു മുണ്ടെടുത്ത് റസൂല് മുഖത്തേക്കിട്ട് മുഖത്തുനിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റി. ദൂരത്തുനിന്ന് പല്ല് തേക്കുന്ന ആയിഷാ ബീവി നോക്കുമ്പോൾ ശ്വാസം മുട്ടിയിട്ട് റസൂൽ ഇങ്ങനെ വെപ്രാളപ്പെടുക. ആയിഷാ ബീവി ഓടി വന്ന് റസൂലിന്റെ അടുത്ത് മടി കിടത്തി. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, എന്താ റസൂൽ നിങ്ങൾക്ക് ഒരു ബേജാറ്? അള്ളാന്റെ റസൂൽ പതുക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, ഇന്നലിൽ മൗത്തി സക്കറാർ, മരണം എവിടെയോ എത്തിയിട്ടുണ്ട് ആയിഷ. മരണത്തിന്റെ വേദന ഞാൻ എന്റെ ശരീരത്തിൽ അറിയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ പിന്നെ ആയിഷാ ബീവി എന്ന നമ്മളെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് റളിയല്ലാഹു അൻഹ ചെയ്യുന്ന എന്താണെന്നറിയോ? സ്വന്തം ഭർത്താവായ റസൂലിന് ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം ചെയ്തെടുക്കുക. അള്ളാന്റെ റസൂലിന് ഭയങ്കര ഇഷ്ടം ഒന്നിലധികം തവണ പല്ലേക്കാന്നുള്ളത്. ആയിഷാ ബീവി അതുവരെ പല്ല് തേച്ച കൊള്ളിക്കഷൻ എടുത്ത് തിരിച്ചു പിടിച്ച് മറുഭാഗം ചവച്ചരച്ച് പദം വരുത്തി 2-3 തവണ റസൂലിന്റെ പല്ലേപ്പിച്ചെടുത്തു. ആ പടയുന്നതിന്റെ ഇടയിൽ പിന്നെ അരികുന്ന കുറച്ച് വെള്ളെടുത്ത് റസൂലുള്ളാന്റെ മുഖത്ത് ഇങ്ങനെ തടവി കൊടുക്കും. അതും റസൂലിന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ തടവുന്ന സമയത്ത് എപ്പോഴോ ആയിഷാ ബീവിന്റെ മടി കടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുക. അതാ മനുഷ്യരെ, ആണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന പെണ്ണിന്റെ ശ്രേഷ്ഠത. നാട്ടിലെ കുറെ കുടുംബക്കാരുടെ നമ്മൾ ഭയങ്കര മൊഞ്ചത്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയോണ്ട് കാര്യമല്ല. കെട്ടിയ ആണ് പറയണം, ഓൾ ഇന്റെ ഒരു സന്തോഷായിരുന്നു, ഓൾ ഇന്റെ ഒരു ഭാഗ്യായിരുന്നു. എങ്കിൽ അള്ളാഹ് വാക്ക് തരുന്നു, സ്വർഗത്തിന്റെ 8 വാതിലും പടച്ചവങ്ങൾക്ക് തുറന്നുതരും. ആ തിരിച്ചറിവാണ് ഉമ്മാർക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയും ഇണയും തുണയുമാകാൻ സഹോദരി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എല്ലാവരോടും കൂടി ഞാൻ നിർത്തുക. 15 മിനിറ്റേ ഞാൻ സംസാരിക്കാറുള്ളൂ. എന്തൊരു രസാ നോക്കി നിങ്ങൾ കല്യാണം. നെഞ്ചു പൊട്ടിയിട്ടാണെങ്കിലും ഒരു വാപ്പ കൈപിടിച്ചേരുക. വാപ്പാക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. മകൾ ഇറങ്ങിപ്പോകുന്ന ബേജാറ്. എന്നാ പോവേ അതിന് ഞാൻ ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം. ചെറുക്കന്റെ അല്ലെങ്കിൽ പിയാപ്പന്റെ വാപ്പയും ഉമ്മയും ഒക്കെ കൂട്ടത്തിലുണ്ട്, കുടുംബക്കാരുണ്ട്. ഈ പുണ്യത്തിന്റെ സദസ്സെന്ന് ഒരു വാപ്പാന്റെ കൈപിടിച്ചൊരു പെൺകുട്ടീനെ കൊണ്ടുപോകുന്നാണോ നല്ലത്? അല്ല ഏതോ രാഷ്ട്രീയക്കാരന്റെ തണലില് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അവിടെ 10 ലഡും വിതരണം ചെയ്ത് 2 കൂട്ടുകാരൻ ഒപ്പിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നാണോ നല്ലത്? ഏതാ നല്ല? മക്കള് തീരുമാനിക്കും. ഏതിനാ പഠിച്ചോന്റെ ബർക്കത്തുണ്ടാകും? ഇന്ന് വാപ്പനെ ഇപ്പനെ അച്ഛനെ അമ്മനെ ഒന്നും ആർക്കും വേണ്ട. 25 കൊല്ലം കരളുരുകി നോക്കിയാലും 1.5 കൊല്ലത്തെ പ്രേമം ഓന്റെ പരം പോവുക. അപ്പൊ വക്കീലന്മാർക്ക് എന്തേ ഇപ്പൊ ഓന്റെ പരം? ഞങ്ങൾ 1.5 കൊല്ലായിട്ട് ആത്മാർത്ഥ പ്രണയത്തിലാ. അപ്പൊ നിങ്ങളെ വാപ്പയും നിങ്ങളെ സ്നേഹിച്ചത് എത്ര കൊല്ലാന്നറിയോ? നിങ്ങൾ ജനിക്കുന്നതിന്റെ മുന്നേ വാപ്പാന്റെ ബീജം ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞ അന്ന് മുതൽ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടായി തണ്ടും തടിയും. അതറിയാത്ത മക്കളാ 1.5 കൊല്ലത്തെ പ്രേമത്തിന്റെ കണക്കും പറഞ്ഞു വാപ്പാനെയുമാനെ ചവിട്ടി തെച്ചോന്ന്. അവർക്ക് സമാധാനം തരാൻ ഒരു മതവും പറഞ്ഞിട്ടില്ലട്ടോ. കുടുംബത്തിന്റെ സന്തോഷ പടച്ചോന്റെ ഏറ്റവും വലിയ തൃപ്തി. അതിന് ഒരുമിച്ച് ജീവിക്കാൻ, സ്വർഗം കണ്ടെത്താൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.